ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ പോർട്ടലുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചെയ്തു തീർക്കേണ്ടത്. ഇന്ന് ഓഗസ്റ്റ് 25 വരെയാണ് ഈ സമ്പൂർണ്ണ പോർട്ടലിലെ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസ്, എംപ്ലോയി ഡീറ്റെയിൽസ് ഇത് രണ്ടും ചേർക്കുകയും അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യേണ്ട ദിവസം എന്നാണ്. അപ്പോൾ അതിനായി നമ്മൾ പ്രവേശിക്കേണ്ടത് ഈ ഡേറ്റ കളക്ഷൻസ് എന്ന ഭാഗത്തേക്കാണ്. ഇവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് കാണുന്ന ഭാഗത്ത് എല്ലാ അധ്യാപകരുടെയും വിവരങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ അധ്യാപകരുടെയും സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ ഇവിടെ പെൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എംപ്ലോയീസിനെ ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ അധ്യാപകരുടെയും ഡെസിഗ്നേഷൻ ഇവിടെ നമുക്ക് പരിശോധിക്കാം. ഇതിലേതെങ്കിലും കറക്ഷൻസ് ഉണ്ട് എങ്കിൽ സ്പാർക്കിൽ തിരുത്തിയതിന് ശേഷം ഇവിടെ റീസിങ്ക് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ റീസിങ്ക് ചെയ്യുന്നതോടെ സ്പാർക്കിൽ വരുത്തിയ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഈ സമ്പൂർണ്ണയിലേക്കും കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ആദ്യ ഘട്ടത്തിൽ എംപ്ലോയി ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട ഒരു കാര്യം. ഇനി മറ്റൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ നമുക്ക് നോക്കി പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ട, വെരിഫൈ ചെയ്യേണ്ട ദിവസം ഇന്ന് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസ് ഭാഗത്ത് നമുക്കിവിടെ കാണാം. ഇപ്പോൾ നോട്ട് കൺഫേംഡ് ആണ്. ഇതിൽ ഓരോ ഡീറ്റെയിൽസും നമ്മൾ നോക്കി പരിശോധിച്ച് കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താം. ഇനി അതിൽ എന്തെങ്കിലും എൻട്രി വരുത്തണമെങ്കിൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് താഴെ എൻട്രി ഫോം എന്ന് കാണാം. ഈ എൻട്രി ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എൻട്രി ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി ഫോം കാണാം. അതിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു കൺഫർമേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളാണ് സമ്പൂർണ്ണയിൽ അടിയന്തരമായി ചെയ്യാനായിട്ട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്.